2003 മാർച്ച് 14 ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ. ഹാന ഫോസ്റ്റർ എന്ന 17 വയസ്സുകാരി പെൺകുട്ടിയും അവളുടെ സുഹൃത്തും ഒരു നൈറ്റ് ഔട്ടിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ നിന്നും ഏകദേശം മീറ്ററുകളുടെ വ്യത്യാസം. സുഹൃത്തിനോട് യാത്ര പറഞ്ഞതിന് ശേഷം ഹാന ആ ഇരുട്ടിൽ നടന്നു. വീട്ടിൽ നിന്നും ഏകദേശം മീറ്ററുകൾ മാത്രം വ്യത്യാസം. ഇപ്പോൾ സമയം രാവിലെ 5 മണി. ഹിലരിയും ട്രെവറും അവളുടെ മാതാപിതാക്കൾ. അവൾ വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവളുടെ സുഹൃത്തുക്കളെ വിളിച്ചന്വേഷിക്കുന്നു. ഏകദേശം 10:30 ലോക്കൽ പോലീസിനെ ബന്ധപ്പെട്ട് ഹാനയുടെ മിസ്സിംഗ് രേഖപ്പെടുത്തി. തന്റെ വീട്ടിൽ നിന്നും ഏതാനും മീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഹാന ഫോസ്റ്റർ എന്ന 17 വയസ്സുകാരി പെൺകുട്ടി മിസ്സിംഗ് ആയിരിക്കുന്നു. ഹാനയെക്കുറിച്ചുള്ള ആദ്യത്തെ അന്വേഷണങ്ങൾ അവളുടെ പ്രീപെയ്ഡ് ഫോണിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ടവറുകൾ കേന്ദ്രീകരിച്ച് ആ അന്വേഷണം എത്തുന്നത് പോർട്സ്മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് സെന്ററിലാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ ഹാനയുടെ ഫോൺ കണ്ടെത്തുന്നു. ഹാന മിസ്സിംഗ് ആയ സ്പോട്ടിൽ നിന്ന് ഹാനയുടെ ഫോണിലേക്കുള്ള ദൂരം ഏകദേശം 19 മൈലാണ്. 2 ദിവസമായിട്ടും ഹാനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഹാന മിസ്സിംഗ് ആയതിന് 2 ദിവസങ്ങൾക്ക് ശേഷം സൗത്താംപ്ടണിൽ നിന്ന് 4 മൈൽ അകലെ അലിംഗ്ടൺ ലെയ്ൻ വെസ്റ്റ് എൻഡ് അമ്മയോടൊപ്പം കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. അവൻ മനുഷ്യ ശരീരം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു കുറ്റിക്കാടുകൾക്കിടയിൽ കാണുന്നു. പെട്ടെന്നുണ്ടായ ഷോക്കിൽ അവൻ അത് ആരോടും പറയാൻ സാധിച്ചില്ല. വീട്ടിലെത്തിയ ശേഷം അവൻ അത് അവന്റെ ഗ്രാൻഡ് മദറിനെ അറിയിക്കുന്നു. അതുവരെ ഒരു മിസ്സിംഗ് കേസ് മാത്രമായിരുന്ന ഹാന ഫോസ്റ്ററുടെ കേസ് ഇപ്പോൾ ഒരു കൊലപാതകമായി മാറിയിരിക്കുകയാണ്. ഹാനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൗത്താംപ്ടണിനെ മുഴുവനും ഞെട്ടിച്ചു. അതിക്രൂരമായ പൈശാചികമായ പീഡനത്തിനാണ് ആ പെൺകുട്ടി ഇരയായത്. ശരീരത്തിലാകമാനം ക്രൂരമായ മർദ്ദനങ്ങളുടെ പാടുകളും മരണം ഉറപ്പിക്കാനായി കയറുപോലെ എന്തോ ഒരു വസ്തു കഴുത്തിൽ കെട്ടിമുറുകിയ പാടുമുണ്ടായിരുന്നു. ഹാനയുടെ വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ വളരെ വിദഗ്ധമായ പരിശോധനകൾക്ക് അയച്ചിരുന്നുവെങ്കിലും പോലീസിന്റെ ക്രൈം റെക്കോർഡുകളിൽ ഒന്നിൽ പോലും അതിന് മാച്ച് ആവാൻ പറ്റിയില്ല. അപ്പോഴാണ് മാർച്ച് 14, അതായത് ഹാന മിസ്സിംഗ് ആയ ദിവസം രാത്രി 11 മണിയോടുകൂടെ ഹാനയുടെ ഫോണിൽ നിന്നും ഇംഗ്ലണ്ടിലെ എമർജൻസി സർവീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ ഹാനയുടെ ശബ്ദം അത്ര ക്ലിയർ അല്ലാത്തത് കാരണം ഈ വോയിസ് ഒരു മിസ്ഡയൽ കമ്മ്യൂണിക്കേഷനായി കണക്കാക്കുകയും ഫർദർ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു നമ്പർ കൊടുത്ത് ആ കോൾ എൻഡ് ആവുകയുമായിരുന്നു. ആ വോയിസ് അനാലിസിസ് ചെയ്തതിനു ശേഷം ഹാന ഒരു വാനിന്റെ പിന്നിലാണെന്നും വാൻ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ആക്സെന്റ് സൗത്ത് ഏഷ്യൻ ആക്സെന്റ് ആണെന്ന് തിരിച്ചറിയുന്നു. 26 മാർച്ച്, അതായത് 15 ദിവസത്തിന് ശേഷം CCTV ഫുട്ടേജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിൽ 7 വാനുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഹേസൽവുഡ് ഫുഡ്സ് എന്ന കമ്പനി അവരുടെ ഒരു ഡ്രൈവർ കുറ്റവാളി ആയിരിക്കാം എന്ന സംശയമായി മുന്നോട്ട് വരുന്നു. കാരണമായി അവർ പറഞ്ഞത് ഹാന മിസ്സിംഗ് ആയ ആ രാത്രിയിൽ അവരുടെ ഒരു എംപ്ലോയി അവരുടെ വാൻ രാത്രിയിൽ വീട്ടിൽ കൊണ്ടുപോയിരുന്നു എന്നും പിറ്റേ ദിവസം അദ്ദേഹം വന്നപ്പോൾ അവരുടെ മുഖത്ത് ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായിരുന്നതായിട്ടുമാണ്. അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. പിന്നീടുള്ള അന്വേഷണത്തിൽ മനീന്ദർ സിംഗ് പാൽകോലി എന്ന ഇന്ത്യൻ വംശജനാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്ന് പോലീസിന് മനസ്സിലാകുന്നു. പക്ഷേ പോലീസിന് അവനെ പിടിക്കാൻ സാധിച്ചില്ല. കാരണം ഹാനയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവൻ UK നിന്ന് ഇന്ത്യയിലേക്ക് കയറിയിരുന്നു. മനീന്ദർ സിംഗ് പാൽകോലി, അവന്റെ ഭാര്യ ഒരു UK സിറ്റിസൺ ആണ്. അവന്റെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഇന്ത്യയിലാണുള്ളത്. അമ്മയ്ക്ക് സുഖമില്ല എന്നും അമ്മ കോമയിലാണ്. അമ്മയെ കണ്ടതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താൻ മടങ്ങി വരുമെന്ന് അറിയിച്ചതിന് ശേഷം അവൻ ഡൽഹിയിലേക്ക് പോയി. ഇതായിരുന്നു അവന്റെ ഭാര്യ പറഞ്ഞത്. കോഹ്ലിയുടെ കുട്ടികളിൽ നിന്ന് DNA സാമ്പിളുകൾ പോലീസ് കളക്ട് ചെയ്തു. കൂടാതെ വാനിൽ നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ് കിട്ടിയതും തെളിവുകളായി. 2004 ജൂലൈ 10, ഏകദേശം 1 വർഷം. ഇന്ത്യയിലേക്ക് മുങ്ങിയ മനീന്ദർ പുതിയൊരു ഐഡന്റിറ്റിയിൽ പുതിയൊരു ജീവിതം ആഘോഷിച്ച് പഴയ കാര്യങ്ങളെല്ലാം മറന്നു തുടങ്ങിയിരുന്നു. മനീന്ദറിന് തിരിച്ചടിയായത് ഹാന ഫോസ്റ്ററിന്റെ കേസിന് ഇന്ത്യൻ മാധ്യമങ്ങളും പോലീസും വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഫസ്റ്റ് പേരൻസ് ഇന്ത്യയിലേക്ക് വരുന്നതാണ്. ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് പേരൻസ് തന്റെ മകൾക്ക് നീതി കിട്ടാനായി തുടരെ പ്രസ് മീറ്റുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കുന്നതിനിടയിൽ ഒരു ടാക്സി ഡ്രൈവറാണ് വിളിക്കുന്നത്. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആള് മനീന്ദർ ആണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് എന്ന രീതിയിലായിരുന്നു ആ ഫോൺ കോളുകൾ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കിടക്കുന്നതിനിടയിൽ മനീന്ദർ പിടിയിലാകുന്നു. ഏകദേശം 4 വർഷമായിരിക്കുന്നു. 100ഓളം കോർട്ട് പ്രൊസീഡിങ്ങുകൾക്കും 35ഓളം അപ്പീലുകൾക്കും ശേഷം പ്രതിയെ ഇംഗ്ലണ്ടിലേക്ക് കൈമാറാൻ വിധി വരുന്നു. ഇനി നമുക്ക് കുറച്ച് നല്ല മനുഷ്യരെ പരിചയപ്പെടാം. മനീന്ദറിനെ കുറിച്ചുള്ള നിർണായകമായ തെളിവുകൾ കൊടുത്തതിൽ ഒരാൾ ഒരു ടാക്സി ഡ്രൈവറായ ജെയ്സൺ ലാപ്ച എന്ന ആളാണ്.
അദ്ദേഹത്തിന് കിട്ടിയ തുക കൊണ്ട് അദ്ദേഹം ഒരു ഭൂമി വാങ്ങുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഹാന എന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോഴും അവളുടെ ഫാമിലിയും ജെയ്സൺ എന്ന ടാക്സി ഡ്രൈവറും ചേർന്ന് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലും ബാംഗ്ലാദേശിലും UK പല ഭാഗങ്ങളിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തി വരുന്നു. ഹാന എന്ന പെൺകുട്ടിയോട് ഇത്രയും മൃഗീയമായി പെരുമാറിയ ഈ കൊടും കുറ്റവാളിക്ക് കിട്ടിയ ശിക്ഷ വെറും 24 വർഷത്തെ കഠിന തടവാണ്. ഹാനയ്ക്ക് നീതി കിട്ടിയോ ഇല്ലയോ?